നമസ്കാരം. ഒരു മണി വാർത്തകൾ ആരംഭിക്കുകയാണ്. കേരള കോൺഗ്രസ് അനിശ്ചിതത്വത്തിൽ തുടരുന്നു. മാണി വിഭാഗവും ജോസഫ് വിഭാഗവും ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നുവെങ്കിലും അനുനയ ശ്രമങ്ങൾ ഒന്നും നടക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. മാണി കോൺഗ്രസ് പിളരും എന്നുള്ള രീതിയിൽ തന്നെ വാർത്തകൾ മുന്നേറുകയാണ്. ഈ ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ജോസഫിന് പിന്തുണയുമായി ഉമ്മൻചാണ്ടി രംഗത്ത് വരുന്ന സാഹചര്യങ്ങൾ കൂടിയുണ്ടായി. അനുനയ നീക്കവുമായി കോൺഗ്രസും രംഗത്തുണ്ട്. KPCC നിർവാഹക സമിതി അംഗവും മുൻ ഇടുക്കി DCC പ്രസിഡന്റുമായ റോയി കെ പൗലോസ് PJ ജോസഫുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. പുറപ്പുഴയിലെ വീട്ടിലെത്തിയാണ് ചർച്ച നടക്കുന്നത്. ഉന്നത നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് റോയി എത്തിയതെന്നാണ് സൂചന. വിവരങ്ങളുമായി ഇപ്പോൾ സമീർ ചേരുകയാണ്. സമീർ, കേരള കോൺഗ്രസ് രാഷ്ട്രീയം പല ദിശകളിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ്. അനുനയ നീക്കങ്ങളുമായി ഒരു വിഭാഗമുണ്ട്. ഒറ്റപ്പെട്ടു നിൽക്കുന്ന ജോസഫിന് പിന്തുണയുമായി ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യവുമുണ്ട്. ഇതിനിടെയാണ് KPCC നിർവാഹക സമിതി അംഗവും മുൻ ഇടുക്കി DCC പ്രസിഡന്റുമായ റോയി കെ പൗലോസ് PJ ജോസഫിനെ കാണുന്നത്. എന്തൊക്കെയാകും ചർച്ചയിൽ ഉയർന്നു വരിക? ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച തന്നെയാണ് PJ ജോസഫിന്റെ വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റോയി കെ പൗലോസ് ഇവിടെ എത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. കേരള കോൺഗ്രസ് ഇനി ഒരിക്കലും PJ ജോസഫിന് സീറ്റ് നൽകില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിൽ മറ്റ് എന്ത് പോംവഴിയാണ് PJ ജോസഫിനെ നയിപ്പിക്കാനുള്ളത് എന്നതാണ് കോൺഗ്രസ് പ്രധാനമായി നോക്കുന്നത്. പ്രത്യേകിച്ചും 2 സീറ്റുകൾ ഇടുക്കിയും കോട്ടയവും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഘട്ടം വരുമ്പോഴാണ് ഏത് വിജയമാണെങ്കിലും PJ ജോസഫിനെ കൂടെ നിർത്തണം, അദ്ദേഹം മുന്നണി വിട്ടു പോകുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇടുക്കിയിലും കോട്ടയത്തും അത് UDFന് ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ഒരു UDF വിട്ടു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് PJ ജോസഫ് എത്താതിരിക്കണമെങ്കിൽ അതിന് ഏത് വിധത്തിലുള്ള ഫോർമുലയിലാണ് കണ്ടെത്തേണ്ടത്, ഏത് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത് സംബന്ധിച്ചുള്ള ഒരു ആദ്യഘട്ട ചർച്ച എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസിന്റെ ഉന്നതരുടെ നിർദ്ദേശപ്രകാരം മുൻ DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള റോയി കെ പൗലോസ് PJ ജോസഫിന്റെ പുറപ്പുഴയിലെ വീട്ടിലെത്തിക്കൊണ്ട് ചർച്ച നടക്കുന്നത്. എന്തായാലും ചർച്ച ആരംഭിച്ചപ്പോൾ 10 മിനിറ്റ് പിന്നിടുകയാണ്. പ്രധാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം എത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഏത് വിധത്തിലുള്ള ഒരു നിർദ്ദേശം, ഏത് വിധത്തിലുള്ള ഒരു ഫോർമുലയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ച എന്നത് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ കഴിയും. PJ ജോസഫ് UDFും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായുള്ള ബന്ധവും വിച്ഛേദിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനുള്ള ഘടന ശ്രമമാണ്, അതിനുള്ള ഒരു അനുനയ ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. പ്രത്യേകിച്ചും 2 സീറ്റ് വേണമെന്നുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം UDF തള്ളി, കോൺഗ്രസ് തള്ളി. പിന്നീടുള്ള ഏക സീറ്റിൽ PJ ജോസഫിനെ അദ്ദേഹത്തിന്റെ പോലെയുള്ള കേരള കോൺഗ്രസ് എമ്മും തള്ളി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അത് ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ മാത്രമേ ഇനി ഈ വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിലപാടിലാണ് PJ ജോസഫ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹം ഇപ്പോൾ ചർച്ചയ്ക്ക് ശേഷം റോയി കെ പൗലോസ് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും. ഈ വരവിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. ഫോർമുല അല്ല കൂടിക്കാഴ്ചയുടെ ചർച്ച ചെയ്യേണ്ട ഒരു തലത്തിലാണ്. ബഹുമാന്യനായ PJ ജോസഫ് UDFന്റെ വളരെ ശക്തനായ നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തെ കാണുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു ജോലി, ഒരു ദൗത്യം എന്നുള്ള നിലയിലാണ്. അതൊന്നും ഞാൻ അങ്ങനെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നും ശരിയല്ല. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാർ ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പ്രാപ്തരായിട്ടുള്ള ലീഡർഷിപ്പ് കോൺഗ്രസിലും UDFനും ഉണ്ട്. അത് ഏറ്റവും നല്ല നിലയിൽ തന്നെ പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കോൺഗ്രസ് ഉറച്ച പിന്തുണ തുറന്നു നൽകുന്നു. ഇല്ല, അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ലീഡേഴ്സ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉമ്മൻചാണ്ടി സാർ പറഞ്ഞിട്ടുണ്ട്, രമേശ് പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ്, മറ്റു നേതാക്കന്മാരും എല്ലാം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കൂടിക്കാഴ്ച അതിനപ്പുറത്തേക്ക് ഒന്നും ഒരു അഭിപ്രായം ഈ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല, ഞാൻ പറയുകയും. തീർച്ചയായും തീർച്ചയായും
തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ഒരു കാര്യം ചർച്ച വിട്ടുകൊടുക്കാനാവില്ല എന്നുള്ള നിർദ്ദേശം വെച്ചിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്തായാലും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യാൻ തോന്നുന്നുണ്ട്. ആ ഒരു വികാരം പ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പി ജെ ജോസഫ് വളരെ ശക്തനായ UDF-ന്റെ നേതാവാണ്. അദ്ദേഹം UDF-ൽ അടിയുറച്ച് നിൽക്കുന്ന ആളാണ്. അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം തീർച്ചയായിട്ടും UDF-ന്റെ നേതൃത്വത്തിൽ നിന്നും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ഇല്ല, അതൊന്നും അങ്ങനെയുള്ളതൊന്നും പരിഗണിക്കണ്ട, അങ്ങനെയൊന്നും നോക്കണ്ട. ഇല്ലെന്നേ അങ്ങനെ ഇല്ലില്ല ഒന്നുമില്ല. ഞാൻ പി ജെ ജോസഫ് ഇവിടുത്തെ ഞങ്ങളുടെ MLA-യും മുൻ മന്ത്രിയും ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ്. ഞാനും ഈ നാട്ടിൽ താമസിക്കുന്നത് ആ രീതിയിൽ കണ്ട സാധിക്കും. ഇനി ഒരു തീരുമാനത്തില് ഇപ്പം ഇടുക്കി സീറ്റ് പി ജെ ജോസഫ് നൽകുകയാണെങ്കിൽ കോൺഗ്രസ് പിന്താണ്. ഇല്ല, ഇതൊന്നും ചർച്ച ചെയ്യാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ. അത് കേട്ടോ, ഇതൊന്നും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ. ഞാൻ ബഹുമാനപ്പെട്ട പി ജെ ജോസഫുമായിട്ട് കണ്ടു, അദ്ദേഹവുമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച കാര്യങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ ഒരു ചർച്ച നടത്താൻ പറ്റില്ല. അല്ല, കോൺഗ്രസ് ലീഡർഷിപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങൾ എന്താണ്, അങ്ങനെ പാർട്ടി ലീഡർഷിപ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ അഭിപ്രായത്തിന് അപ്പുറത്തേക്കുള്ള ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ലല്ലോ. രജനി പി ജെ ജോസഫിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. പ്രധാനമായും അദ്ദേഹം എന്തായാലും കേരള കോൺഗ്രസിൽ തർക്കങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ അനുനയ ശ്രമവുമായി റോയി കെ പൗലോസ് ഇപ്പോൾ പി ജെ ജോസഫുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു. ശബ്ദ സംപ്രേഷണമാണ് കേട്ടത്. സ്വാഭാവിക ദൗത്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തെ കാണാൻ ഈ അവസരത്തിൽ എത്തുകയായിരുന്നു എന്നാണ് റോയി കെ പൗലോസ് ഇപ്പോൾ പറഞ്ഞത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. സമീർ, റോയി കെ പൗലോസ് എന്ത് കാര്യമാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്? ഈ ഘട്ടത്തിൽ പി ജെ ജോസഫിനെ കണ്ടത് സംബന്ധിച്ച് എന്താണ് അദ്ദേഹം പറഞ്ഞത്? പി ജെ ജോസഫുമായി കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റോയി കെ പൗലോസ് ഇവിടെ എത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ അദ്ദേഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് വന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും തന്നെ മാധ്യമങ്ങളോട് ഇപ്പോൾ തുറന്ന് പറയാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. നമുക്കറിയാം, പി ജെ ജോസഫിന്റെ സ്ഥാനത്തെ സംബന്ധിച്ചുള്ള വലിയ ഒരു അവ്യക്തത, ഇനി ഒരു പക്ഷേ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇടുക്കിയും കോട്ടയം വെച്ച് മാറാനുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ UDF-ന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പി ജെ ജോസഫിനെ ഇവിടെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയോ അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ മാത്രമേ ഇനി കേരള കോൺഗ്രസ് പി ജെ ജോസഫിന് മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക്, വലിയൊരു ആശങ്കയിലേക്ക് പി ജെ ജോസഫിന്റെ കാര്യം കടക്കുകയും അങ്ങനെ വരികയാണ് എങ്കിൽ കേരള കോൺഗ്രസ് എന്നിൽ തുടരുന്നത് സംബന്ധിച്ചും ഒപ്പം തന്നെ UDF-ൽ തുടരുന്നത് സംബന്ധിച്ചും ഉന്നതരുമായിട്ട് ആലോചിച്ച ശേഷം പി ജെ ജോസഫ് നിലപാട് വ്യക്തമാക്കാനിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരു അനുനയ ശ്രമം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ റോയി കെ പൗലോസിന്റെ ഇവിടുത്തെ സന്ദർശനം. ഏകദേശം ഒരു 20 മിനിറ്റോളമാണ് ഇവർ ഈ പുറത്തുവയിലെ വീട്ടിൽ കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം ഇപ്പോൾ റോയി കെ പൗലോസ് ഏതാനും ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ സംസാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് പ്രധാനമായും ഉമ്മൻചാണ്ടിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് കേരള കോൺഗ്രസിന്റെ കാര്യമാണ്. അതുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനത്തിന് ഒപ്പം നിൽക്കുക എന്നുള്ള നിലപാടാണ് എങ്കിൽ മറിച്ചാണ് ഉമ്മൻചാണ്ടിയുടെ നിലപാട്. പി ജെ ജോസഫും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി തമ്മിലുള്ള ഒരു ബന്ധവും അത്രമേലാണ്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് റോയി കെ പൗലോസ് ഇപ്പോൾ ഇവിടെ എത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. എന്തായാലും ചർച്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ കൂടുതൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അനുനയ ശ്രമങ്ങളുമായിക്കൊണ്ട് സമീർ, അതായത് കോൺഗ്രസിന്റെ പിന്തുണയോടെ ജോസഫ് മത്സര രംഗത്തേക്ക് എത്തുന്നതിന്റെ സൂചനയാണോ ഇപ്പോൾ ലഭ്യമായത്? ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പി ജെ ജോസഫ് മത്സര രംഗത്തേക്ക് എന്നതിന്റെ സൂചനകളാണോ കോൺഗ്രസ് പിന്തുണയോടെ? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ഒരുപക്ഷെ ഇടുക്കി സീറ്റിൽ പി ജെ ജോസഫിനെ മത്സരിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. പക്ഷേ ഇത് കോൺഗ്രസിന്റെ വർഷങ്ങളായി കോൺഗ്രസിന്റെ സീറ്റാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇത് വിട്ടുകൊടുക്കുമോ എന്നെ സംബന്ധിച്ചുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജില്ലാ കോൺഗ്രസിന്റെ നേതൃത്വവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ശക്തമായിക്കൊണ്ട് തന്നെ ഈ സീറ്റ് കോൺഗ്രസിന് വേണം,
ഘടകകക്ഷികളെ എന്തായാലും അത്തരം ചർച്ചകൾ തന്നെയാണ് പുരോഗമിക്കുന്നത്. പി ജെ ജോസഫിനെ കാണാൻ റോയ് കെ പൗലോസ് എത്തിയിരിക്കുന്നു. അനുനയ നീക്കവുമായി കോൺഗ്രസ് രംഗത്ത് എന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് ഇടുക്കിയിൽ നിന്ന് വരുന്നത്. സമീറാണ് വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസ് പിളർപ്പിന്റെ വക്കിൽ. കോൺഗ്രസ് നിർണായക നീക്കങ്ങളിലേക്ക്. ഉമ്മൻചാണ്ടിയുടെ പിന്തുണ പി ജെ ജോസഫിന്. ഉമ്മൻചാണ്ടി പി ജെ ജോസഫ് കൂടിക്കാഴ്ച നാളെ. പിളർന്നാലും UDF-ൽ തുടരാമെന്ന് ഉമ്മൻചാണ്ടിയോട് ഉറപ്പ്. അതേസമയം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകാനൊരുങ്ങി തോമസ് ചാഴിക്കാടൻ. വിവരങ്ങളുമായി പ്രശാന്ത് ചേരിക്കാണ്. പ്രശാന്ത്, കാര്യങ്ങൾ മാറിമറിയുന്നു, പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു. ജോസഫിന് പിന്തുണയുമായി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ എത്തുന്നു. ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്താണ് കോട്ടയത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രണ്ടാം സീറ്റ് അനുവദിക്കുന്നതിന് പകരം കോട്ടയം സീറ്റിൽ സ്ഥാനാർത്ഥി നിർണ്ണയിക്കാൻ ശ്രമിച്ച കോൺഗ്രസിനോട് കടുത്ത അമർഷമാണ് മാണി വിഭാഗത്തിനുള്ളത്. കോൺഗ്രസ് വിരുദ്ധനായ തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഈ വിഷയത്തിൽ കോൺഗ്രസുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് തയ്യാറാണെന്ന സൂചനയാണ് കെ എം മാണി നൽകിയിട്ടുള്ളത്. ഇതോടെ ഇപ്പോൾ പി ജെ ജോസഫിനെ അനുനയിപ്പിക്കാനുള്ള സംരക്ഷിക്കാനുള്ള നിർണായക നീക്കങ്ങളിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു. ജോസഫ് മാണി വിഷയത്തിൽ ഉമ്മൻചാണ്ടിയുടെ പിന്തുണ പി ജെ ജോസഫിനാണെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. തുടർന്നാലും UDF-ൽ തുടരാമെന്നുള്ള ഒരു ഉറപ്പ് പി ജെ ജോസഫിന് ഉമ്മൻചാണ്ടി നൽകിയതായും അറിയുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ചില കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നേരിട്ട് പി ജെ ജോസഫിന്റെ വസതിയിലെത്തി അദ്ദേഹത്തെ കാണുന്നുണ്ട്. എന്തായാലും നാളെ ഉമ്മൻചാണ്ടിയും പി ജെ ജോസഫും തമ്മിലുള്ള കൂടിക്കാഴ്ച അടക്കം നടക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിനെ വലിയ തരത്തിൽ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് കെ എം മാണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വന്നാലും ശരി, ഈ സീറ്റിൽ നിന്നും പിന്നോട്ടില്ലെന്നും സ്ഥാനാർത്ഥിയായിട്ട് തോമസ് ചാഴിക്കാടനോട് പ്രചരണം തുടങ്ങുവാൻ വേണ്ടിയുള്ള നിർദ്ദേശവും പാർട്ടി നൽകി കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും കൃത്യമായി ആലോചിച്ച ശേഷമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ജോസ് കെ മാണി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മോൻ ജോസഫ് അടക്കമുള്ള പ്രതികരിച്ചത് ഏത് തരത്തിലാണ് ഈ തീരുമാനം വന്നതെന്ന് തങ്ങൾക്കറിയില്ല. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ തീരുമാനം അട്ടിമറിക്കപ്പെടുന്നു ഏത് സാഹചര്യത്തിലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന വിധത്തിൽ മോൻ ജോസഫും പ്രതികരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് മോൻസിനെ തള്ളിക്കൊണ്ട് ജോസ് കെ മാണി അടക്കം രംഗത്ത് എത്തിയിട്ടുള്ളത്. അതേസമയം ഇപ്പോൾ ജോസ് കെ മാണിക്കും കുടുംബത്തിനുമെതിരെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ വലിയ പരാമർശങ്ങൾ കൊണ്ട് വിവിധ നേതാക്കൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കേരള കോൺഗ്രസിനകത്ത് വലിയൊരു പ്രതിസന്ധി ഉരുണ്ടുകൂടിയപ്പോൾ നിർണായക നീക്കങ്ങളുടെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടിയാണ് ഇപ്പോൾ പിന്തുണ പി ജെ ജോസഫിനെ അറിയിച്ചിരിക്കുന്നത്. വലിയ തരത്തിലേക്കുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് കേരള കോൺഗ്രസിന്റെ അന്തർ നാടകങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ജോസഫിന് പുറത്തേക്ക് പോവുകയില്ലാതെ മറ്റു വഴികളൊന്നും ഇല്ലാത്തൊരു സാഹചര്യവുമാണ് നിലനിൽക്കുന്നത്. യെസ്, എന്തായാലും കേരള കോൺഗ്രസിലെ പ്രതിസന്ധി തുടരുന്നു. കേരള കോൺഗ്രസ് പിളർപ്പിന്റെ വക്കിൽ എന്നുള്ള വിവരങ്ങളാണ് പ്രശാന്ത് കോട്ടയത്ത് നിന്ന് നൽകിയത്. തോമസ് ചാഴിക്കാടനെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് എല്ലാ കമ്മിറ്റിയിലും കൂടിയാലോചിച്ച ശേഷമെന്ന് ജോസ് കെ മാണി. ചെയർമാൻ പറഞ്ഞതിനപ്പുറം തനിക്കൊന്നും പറയാനില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. കമ്മിറ്റി ചർച്ച ചെയ്ത് അതിനുശേഷം എല്ലാ ഘടകങ്ങളുമായി നേതാക്കളുമായി ചർച്ച ചെയ്ത് നമ്മുടെ സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പാർട്ടി ചെയർമാൻ ഈ കാര്യങ്ങളത് എല്ലാവരോടും വിശദീകരിക്കുകയുണ്ടായി. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. കേരള കോൺഗ്രസ് UDF-ൽ ഉറച്ചു നിൽക്കുന്നതിന് ശക്തമായ തീരുമാനമെടുത്തയാളായിരുന്നു പി ജെ ജോസഫ് എന്ന് മോൻസ് ജോസഫ്. പി ജെ ജോസഫിന് സ്ഥാനാർത്ഥിത്വം നൽകാത്തത് UDF പ്രവർത്തകർക്ക് ആകമാനം ദുഃഖമുണ്ടാക്കുന്ന കാര്യമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടി കെട്ടുറപ്പോടെ മുന്നോട്ട് പോകണം, ഒറ്റക്കെട്ടായി പോകണം എന്നാഗ്രഹിച്ച എല്ലാ പ്രവർത്തകർക്കും വേദനയും പ്രയാസവും ഉണ്ടാക്കിയ ഒരു തീരുമാനമായി അത് മാറുകയുണ്ടായി. കേരള കോൺഗ്രസ് പാർട്ടി UDF-ൽ ഉറച്ചു നിൽക്കണം എന്ന ഉറച്ച നിലപാടെടുത്ത നേതാവാണ് ശ്രീ പി ജെ ജോസഫ്. അതുകൊണ്ട് തന്നെ പി ജെ ജോസഫിന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ അത് UDF പ്രവർത്തകർക്കാകമാനവും വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമായി തീർന്നു. UDF നേതാക്കളുമായി പി ജെ ജോസഫ് സാർ സംസാരിച്ച ശേഷം എന്താണ് അദ്ദേഹത്തിൻ്റെ തലത്തിലുള്ള പ്രതികരണം എന്ന് പറയാമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൽ കൂടുതലായി ഒന്നും എനിക്ക് പറയാനില്ല. പി ജെ ജോസഫിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് എമ്മിൽ കൂട്ടരാജി. കേരള കോൺഗ്രസ് എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി റോജസ് സെബാസ്റ്റ്യനാണ് രാജിവെച്ചത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഒരാൾ രാജിവെച്ചിരിക്കുന്നു, കൂടുതൽ ആളുകൾ രാജിയിലേക്ക് എന്നുള്ള സൂചനകളാണോ? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ?
ജോർജറ്റ് കണ്ണൂരിലെ കേരള കോൺഗ്രസ് എമ്മിൽ പി ജെ ജോസഫിനെ അനുകൂലിക്കുന്ന വിഭാഗം നൽകുന്ന സൂചന അനുസരിച്ച് ഇന്ന് വൈകുന്നേരത്തോടുകൂടി കൂടുതൽ രാജി ഉണ്ടാകും. തീരുമാനത്തിനായി പി ജെ ജോസഫിന്റെ അനുവാദത്തിനായി കാത്തു നിൽക്കുകയാണ് എന്നാണ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ജോസഫ് വിഭാഗത്തെ അനുകൂലിക്കുന്നവർ രഹസ്യ യോഗം ചേർന്ന് പല തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട്. ഇന്നലെ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ തന്നെ ജോസഫിന് സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് റോജർ സെബാസ്റ്റ്യൻ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു. റോജർ സെബാസ്റ്റ്യന്റെ ബീന റോജസ് അയ്യൻകുന്ന് പഞ്ചായത്ത് അംഗമാണ്. അവരും ഇന്ന് തന്നെ രാജിവെക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വൈകുന്നേരം വരെ പി ജെ ജോസഫിന്റെ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. അതേസമയം തന്നെ പി ജെ ജോസഫിന്റെ അനുയായികളോട് എന്തിനും തയ്യാറാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട്. ഏതായാലും വലിയൊരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് മലബാറിൽ നിന്നുള്ള ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ പി ജെ ജോസഫിനെ അനുകൂലിക്കുന്ന വിഭാഗം കൂട്ടരാജിക്ക് തയ്യാറായിട്ടുള്ളത്. വ്യക്തമാണ്. കണ്ണൂരിൽ നിന്ന് സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. പി ജെ ജോസഫിന് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസിൽ കൂട്ടരാജി. കോഴിക്കോടും ജില്ലാ സെക്രട്ടറി പി എം ജോർജ് രാജിവെച്ചു. പി ജെ ജോസഫിനെ അവഗണിച്ചതിലും സീറ്റ് നൽകാത്തതിലും പ്രതിഷേധിച്ചാണ് രാജിവെക്കുന്നതെന്ന് പി എം ജോർജ് പറഞ്ഞു. പാർട്ടിയുടെ പ്രിയപ്പെട്ട പി ജെ ജോസഫ് സാറിന് സീറ്റ് നിഷേധിച്ചതിലൂടെ അതിനുള്ള അമർഷം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയിലും പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലും ശ്രീ പി ജെ ജോസഫ് സാറിനെ പോലെയുള്ള ഉന്നതനായ ഒരു നേതാവിനെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനവും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും രാജിവെച്ചതായി അറിയിക്കുന്നു. ഇടവേള. 1 മണി വാർത്തകൾ സമാപിക്കുന്നു. അടുത്ത ബുള്ളറ്റിൻ 2 മണിക്ക്. നമസ്കാരം.